നോക്കാം. കയറ് വേണ്ടി വരും. ഉള്ളിലേക്ക് നമ്മൾ അതിലൂടെ കയറേണ്ടി വരും. ഇതൊക്കെയാണ് ഇടിഞ്ഞു കിടക്കുന്ന ഭാഗത്ത്. ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഉരുൾപൊട്ടൽ തുടങ്ങുന്നത് കണ്ടോ? ആ കാണുന്ന ആ മലേൻ്റെ അവിടെ നിന്നൊക്കെ ഇടിഞ്ഞ് ഉരുൾപൊട്ടൽ തുടങ്ങുമായിരുന്നു. ആ കാണുന്ന ഭാഗത്ത് നിന്നൊക്കെയാണ് ഉരുൾപൊട്ടൽ തുടങ്ങി. ആ കാണുന്ന മല വേണ്ടി മൊത്തം ഇടിഞ്ഞുള്ള സാധ്യത അങ്ങനെ ഉണ്ടായത്. ഇവിടെ ഇങ്ങനെ ഉരുൾപൊട്ടുണ്ടായി എങ്ങനെതാ ഇവിടെ നിന്നൊക്കെ ഉരുൾപൊട്ട് തുടങ്ങി. ഉരുൾപൊട്ട് തുടങ്ങി ഇങ്ങനെ ആ ഭാഗത്തു നിന്നാണ് നടുക്കുള്ള ഭാഗത്തു നിന്നാണ് ലെഫ്റ്റിലോട്ട് പിന്നെ അവിടെ നിന്ന് അതാണ് ഉരുൾപൊട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങോട്ട് സൈഡിൽ കിടക്കട്ടെ. ഇതിലൂടെ മലമുകളിൽ കയറാം. ഈ കുഴിക്കകത്തേക്ക് ചാടിയാൽ വീണ് പോകത്തില്ല. നമ്മൾ കുഴിക്കകത്തേക്ക് എത്തി. ഇനി ഇങ്ങനെ അതിലൂടെ അങ്ങോട്ട് കയറാം. ഈ ഗുഹയിൽ നിങ്ങളെ കാണിക്കാൻ ഒരു വഴിയില്ലല്ലോ. എന്താ ഇപ്പം ഒരു വഴി? ഇതിലൂടെ മലേൻ്റെ മുകളിൽ കാട്ടിൽ കൂടെ കയറാൻ പോവാ. ഈ കാണുന്ന ഇതിലൂടെ കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഒരാൾ 50 വീട്ടിൽ താങ്ങിക്കോ ഒറ്റയ്ക്ക്. ഇവിടുന്നൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ആരും അറിയാൻ പോകില്ല. എല്ലാ റിസ്ക്കും എൻ്റെ തന്നെ. ഇവിടെ കയറാൻ പറ്റില്ല. കണ്ടോ? ഇതിലൂടെ ഞാൻ എങ്ങനെ ഇപ്പോൾ കയറുക? കാൻവാസുകളിലും കയറുമെന്ന് ഇതിലൂടെ ഇപ്പം അങ്ങനെ കണ്ടിട്ട് കയറാൻ നടക്കുന്നില്ല. 90 ഡിഗ്രി എങ്ങനെ കയറാൻ പാറക്കൂടെ തന്നെ കയറിയത്. ഇവിടുന്ന് വീണാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇത് കാണുന്ന ഇതിലേ കൂടെ കാട്ടിലേക്ക് കയറാം. പിന്നെ ഈ കാണുന്ന ആ വഴി അതിൽ കയറാൻ പറ്റില്ല.
ആ പുല്ല് മാത്രമേ ഉള്ളൂ. പുല്ല് പിടിച്ച് പുല്ല് വലിച്ച് ഒറ്റ പോക്കം പോകും. ആ പുല്ലിൻ്റെ കൂടെ ചരല് കാണുന്നുണ്ട്. അയാൾ പിടിക്കാൻ ഗ്യാപ്പൊന്നുമില്ല. ഇവിടെ നോക്കാൻ നല്ല ഗ്യാപ്പുണ്ട്. ഇവിടെ നോക്കട്ടെ വീഡിയോ. ഈ ദുരന്തം ഉണ്ടായ ഏതായാലും ആ വലിയ ഗുഹയാണ് എന്തായാലും. അതൊരു വലിയ ഗുഹയത്. ഈ ദുരന്തം ഉണ്ടായത് അവിടുന്ന് കല്ലടർന്ന് വീണാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. ഈ കാണുന്ന ഗുഹ തൊട്ടാണ് തുടങ്ങുന്നത്. ഈ ഗുഹേൻ്റെ അവിടുന്ന് കല്ലടർന്ന് വീണാണ് തുടങ്ങുന്നത്. ഈ ഗുഹ കാണിക്കാൻ വേണ്ടിയല്ല എന്തായാലും ദുരന്തം ഉണ്ടായത്. ഈ ഗുഹ നമുക്ക് തുറന്ന് കാണിക്കാൻ വേണ്ടിയല്ല. അവിടെ കയറണമെങ്കിൽ ഫയർഫോഴ്സ് തന്നെ വേണം. അതിന് വേണ്ടിയല്ല ഈ ദുരന്തം ഉണ്ടായത്. ദുരന്തം ഇവിടെ മനുഷ്യന്മാർ ചാകാൻ വേണ്ടിയായിരിക്കും. ദുരന്തം ഉണ്ടാകാനും മനുഷ്യന്മാർ ചാകാനും വേണ്ടിയാണ് ദുരന്തം ഉണ്ടായത്. അപ്പം അതിന് വേണ്ടിയല്ല. അപ്പം അങ്ങോട്ട് നമ്മൾ പോക്ക് നടത്തുന്നില്ല. അതറിയാൻ തുടങ്ങി. നമ്മൾ ഈ മലേൻ്റെ മുകളിൽ കയറി അപ്പുറത്തെ മലേൻ്റെ മുകളിൽ കൂടി താഴോട്ട് ഇറങ്ങി വണ്ടിയിൽ എടുത്ത് വരണം. അപ്പോൾ അതിന് ടൈമേ ഉള്ളൂ. ഇറങ്ങി പോയിട്ടില്ലായിരിക്കും. ഒറ്റക്കൈയിലൊക്കെയാണ് കയറുന്നത്. ഒറ്റക്കൈ സെൽഫി സ്റ്റിക്കായിട്ടാണ് കയറുന്നത്. എന്തൊക്കെ ഉണ്ടാവുമോ? കാണുന്ന ഗുഹ ഉണ്ടോ? ഞാൻ ഈ ഗുഹയിലേക്ക് കയറുകയാണെന്ന് നോക്കിയാൽ നിങ്ങളൊന്ന് ഇത് നോക്കി. ഇപ്പം ഞാൻ ആ ഗുഹയിലേക്ക് അതിലൂടെ കയറുകയെന്ന് വെച്ചാൽ ആ പുല്ല് ഞാൻ വന്ന് നിന്നത്. അവിടുന്ന് ആ ഗുഹയിലേക്ക് കയറുന്നത് എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ? അപ്പുറത്തൂടെ ഇട്ട് വഴിയില്ല. ആ പുല്ലിൽ കൂടെ അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇപ്പം എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിലൂടെ ആ പാറയൊക്കെ പിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം അത് അങ്ങോട്ട് പോകില്ല. അപ്പം നമ്മൾ ഇവിടെ കയറാം. ഗുഹ ഈ കാണുന്ന പാറ ഒരെണ്ണം പൊട്ടിക്കിടക്കുന്നുണ്ടല്ലേ, അങ്ങനെ ഒരു പാറയൊക്കെ രണ്ടാമത്തെ പാറയാക്കാണ്. അങ്ങനെ 3, 4, 5 അതാണ്ടോ ആ ഒറ്റം വരെ കണ്ടോ. അങ്ങനെ ആ പാറ പിളർന്നിട്ടാണ് താഴോട്ട് ഊരിപ്പോന്നിട്ടാണ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ദുരന്തം. അതായത് ആ കാണുന്ന ഗുഹ ഈ ഗുഹ തെളിഞ്ഞു വരാൻ വേണ്ടിയാണോ ഈ ദുരന്തം ഉണ്ടായത്? അതിനകത്തേക്ക് നോക്കാനും കഴിയുന്നില്ല, അങ്ങോട്ട് പോകാനും ഒരു വഴി കാണുന്നില്ല. അപ്പം ഈ കാണുന്ന മരത്തിൽ ഇവിടെ കയറുന്ന എങ്ങനെയാണ്? അവിടെ കയറാനും കഴിയില്ല. എങ്ങനെ? അപ്പം ആ മരത്തെ കയറിട്ടിട്ട് അവിടെ നിന്ന് ഊർന്ന് താഴെ ഇറങ്ങാം. അപ്പുറത്തൂടെ നിന്ന് അതിലൂടെ ആ കാണുന്ന വഴിക്കൊന്നും അങ്ങോട്ട് അത് ഞാൻ അതിനകത്ത് വല്ല ട്രഷറൊക്കെ ഉണ്ടാകുമോ എന്ന് നോക്കുമ്പോൾ തന്നെ എന്ത് ടെൻഷൻ അടിക്കുള്ളൂ. എൻ്റെ അവിടെ നിന്ന് എന്തൊക്കെയോ ചൊരിച്ചിലും ബഹളം അങ്ങനെയൊക്കെ പലതും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരുടെയും സഹായത്തോടു കൂടി നമുക്ക് അതിനകത്ത് ഇറങ്ങാം. ഒറ്റയ്ക്ക് ഇറങ്ങുന്നില്ലെന്തായാലും ഇവിടെ നിന്ന് പോക്ക് നടക്കൂല. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒന്ന് ചവിട്ടി താഴ്ത്തി അടിച്ചു ആ കാണുന്നത്
കിടക്കുന്നില്ല, അങ്ങോട്ട് ഒരു വഴിയില്ല. അതിൻ്റെ മുകളിലത്തെ മരത്തിൽ നിന്ന് കല്ല് കെട്ടിയാണ് താട്ടുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ മുകളിട്ട് കയറുക. ഇതായി മരത്തിൽ കൂടെ കയറുന്നുണ്ടോ? ഇതാണ് അമ്മ അമ്മ നല്ല ക്യാമറയൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ എനിക്ക് ക്യാമറയ്ക്ക് ഡൊണേഷൻ തന്നാൽ നമ്മൾ അടിപൊളി വീഡിയോസുകൾ പലതും ചെയ്യും. അമ്മ ഇടിഞ്ഞു. ഇവിടെ കുരങ്ങയൊക്കെ കണ്ടായിരുന്നു. ഇതൊക്കെ പകുതി ഇടിഞ്ഞെടുത്തിട്ട് മലയാ. അമ്മ ശിശിരകാന്ഡമേ 100% എന്ത് അല്ല ഞാൻ പറയുന്നത്. നിഗൂഢതകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. നമുക്ക് ആ മരത്തിൽ ഇനി വള്ളി കെട്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ തന്നെയും എന്ത് ഇതിലൂടെ ഒന്നും പോകാൻ വഴിയില്ല. ഇനിയിപ്പോൾ ഒരു അതിലൂടെ ഒന്നും വരണം. ഇനിയിപ്പോൾ ഉള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു 100 മീറ്ററുള്ള വള്ളി ഉണ്ട് പറഞ്ഞത്. അതിലൂടെ ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് താഴെ ഇറങ്ങി ഗുഹ കാണലേ നടക്കുകയുള്ളൂ. അല്ലാണ്ട് ഒരു വഴിയില്ല. ഇതൊക്കെ ഉരുളുപൊട്ടി, ഇവിടുന്നൊക്കെ ഉരുളുപൊട്ടിയതാ. അണ്ടി മലയൊക്കെ ഇളകി ഉരുളുപൊട്ടിയതാ. ഈ കാണുന്നൊക്കെ ഉരുളുപൊട്ടി. എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി നിൽക്കുന്നത് കണ്ടോ? ഇതൊക്കെ ഉരുളുപൊട്ടിയതാ. ഇങ്ങനെ ഉരുളുപൊട്ടി ഞാനിപ്പോൾ ആ കാണുന്ന മലയേക്കാളും മുകളിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എല്ലാ മലയും കാണാം. അവിടെ പഴയ വഴി നമ്മളിനിയും മാറ്റി പാറയിലൊരു പടി വിരിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ. ഈ വേലായു എന്നുള്ള പാട്ട് പാടിയ കലാഭവമണി എന്ത് സൗണ്ട് ഇട്ടാലും പേടിയാ. കലാഭവമണിക്ക് എന്തുണ്ട്? ആത്മാവുണ്ട്. കലാഭവമണിയൊന്നും പ്രേതാത്മാവല്ല. കലാഭവമണിയൊക്കെ ഡീസൻ്റായി നടത്തുന്ന ആത്മാവാണ്. കലാഭവമണി ഡീസൻ്റ് ആത്മാവാണ്. അപ്പോൾ ഞാൻ കാണുന്നവരൊക്കെ പരകാശിക്കുന്നുണ്ട്. വൻ കുരങ്ങൻ. കരിഞ്ചോലമല. ഇതൊരു ഈ വേരുകളൊക്കെ ഇല്ലേ ആ പോണ കുരങ്ങൻ. ഇവിടെ കരിങ്കുരങ്ങനൊക്കെ ഉണ്ട്. ഫോറസ്റ്റിനെ കരിഞ്ചോലമല ഇതിൽ അങ്ങോട്ട് പോയിട്ട് എസ്റ്റേറ്റ് അല്ല. കുരങ്ങനാകുമ്പോൾ ആ കുരങ്ങന്മാർ അവിടെയൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ ഈ കയറി അതിലൂടെ അപ്പുറത്തൂടെ ഇറങ്ങാൻ പോകും. റൈറ്റ് സൈഡിലേക്ക് പിന്നെ വേറെ ആളെ കൂട്ടി നിൽക്കുക. ഇനി എന്തായാലും ഈ ഗുഹ കാണാൻ വേണ്ടി ആരെങ്കിലും ഒരാളെയും കൂട്ടി വരും പയറിനൊക്കെ ആയി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിലൂടെ കയറി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി ബ്ലോഗ് അവസാനിപ്പിക്കുക. ഒരു 3 പാട്ടുണ്ടാവും. ഇത് ഫോറസ്റ്റ് ആട്ടോ. ഇതിലൊക്കെ പല നിഗൂഢതകളും കാണും. നിഗൂഢതകളൊന്നും പല മനുഷ്യർ ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ഫോറസ്റ്റ് അന്തരീക്ഷത്തിലേക്ക് കയറിയപ്പോൾ എൻ്റെ ഭയം ഈ മുടിയും കറുപ്പും ഈ ക്യാമറയിൽ കണ്ടിട്ട് ഈ ബാഗിൻ്റെ കളർ ഈ മുടിൻ്റെ കളറൊക്കെ ഇങ്ങനെ പേടി ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. സൗണ്ട് മാറ്റുന്നില്ല. അപ്പോൾ പേടി കുറഞ്ഞില്ല. പേടിയാണ് കുറഞ്ഞു. ഫോറസ്റ്റ് കയറിയാണെങ്കിൽ പ്രേതത്തെ പേടിക്കാൻ പറ്റില്ല. ഈ മനുഷ്യന്മാരുള്ളതും എന്നാൽ മനുഷ്യന്മാരില്ലാത്തതായ സ്ഥലങ്ങളില്ല, മനുഷ്യന്മാർ താമസിച്ചിട്ടില്ലാണ്ടായ സ്ഥലങ്ങൾ, അങ്ങനെ സ്ഥലത്താണ് കൂടുതലായിട്ടും പ്രേതങ്ങളുണ്ടാകുന്നത്. അവിടെ പ്രേതങ്ങളുണ്ടാക്കുക ഞാനീ സംസാരിക്കുന്ന മുഴുവൻ പ്രേതങ്ങളെക്കുറിച്ചാണേ. എന്നിട്ട് അങ്ങ് നടക്കുക. ഫോറസ്റ്റ് കയറിയ പിന്നെ എനിക്ക് പേടിയില്ല. പാറയിലൊരു പടി നെല്ലും തിരിച്ച് എൻ്റെ മോനെ കഷ്ടത്തിലാക്കല്ലേ വേലായുധോ, എൻ്റെ മോനെ കഷ്ടത്തിലാക്കല്ലേ വേലായുധോ.
മഴ പെയ്യാൻ പോവാ. ഓം സ്ത്രീ വിരോധി നമ. മഴ മാറ്റണം. മഴ പെയ്തു. മഴ പെയ്തു. കുടയൊക്കെ ഉണ്ട്. കുട കൊണ്ടല്ലോ കാര്യം. കാടിനുള്ള അടുത്ത് എന്നാ മനോഹര കാടാ. ഇതിൽ പെരുമാൻ വേണ്ടി മറ്റുള്ള വ്ളോഗേഴ്സിനെ പോലല്ലോ ഞാൻ ഒറ്റയ്ക്കും അതും ആരും കയറിയിട്ടില്ലാത്ത കാട്ടിൽ കൂടിയൊക്കെ അതിസാഹസികമൊക്കെ ആക്കിയിട്ട് ഓക്കെ. മറ്റേ മല നമ്മൾ ഏറ്റവും ഹൈറ്റിലേക്ക് എത്തിട്ടോ. മോസ്റ്റ് ഹൈറ്റിലേക്ക് എത്തി. ഒറ്റയ്ക്ക് അതിസാഹസികൻ. കേരളത്തിലെല്ലാം കൊണ്ടും അതിസാഹസികൻ ഞാനാ. കേരളത്തിൽ ജിംനാസ്റ്റിക് കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതൊന്നും നമ്മളെ നടക്കുക പ്രാക്ടീസ്. കേരളത്തിൽ ജിംനാസ്റ്റിക്കിനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അമ്മേ ദേ മല. ഇപ്പം അങ്ങനെ ഇവിടെ നിന്നും കൂടെ ഉണ്ടോ കണ്ട. ഇവിടുന്ന് റൈറ്റിലോട്ട് കയറിയാൽ ഒരു വിധം കയറി പോവായിരിക്കും. ദേ പാറ കൊക്ക. എങ്ങനെ നമ്മൾ കയറി ഇനിയിപ്പോൾ അതിലൂടെ കയറി വന്നപ്പം ഇത്രയും വലിയ പാറയും നമ്മൾക്കൂടെ നമ്മൾ അവിടെയൊക്കെ പോകണം. ഇതിലൂടെ നമ്മളിപ്പോൾ കയറുക ഡേഞ്ചറസാ. അതി ഡേഞ്ചറസാ. കയറാൻ വഴിയില്ല. മറ്റേ പാറേനേക്കാൾ മുകളിലൊക്കെ നമ്മൾ മലയിലെ ഏറ്റവും മാക്സിമം ഹൈറ്റ്. എനിക്ക് സ്ഥലം എന്താ, എൻ്റെ ആത്മാവ് കുറച്ച് നേരം വന്നു പോയ സ്ഥലം, ആത്മാവ് ഒന്ന് കണ്ടുപോയ സ്ഥലം. എന്ത് ഇപ്പം എനിക്കിത് പുണ്യ സ്ഥലമാണ്. എനിക്കിത് ധൈര്യവുമാണ് ഈ സ്ഥലം. ഇതിപ്പോൾ ഈ മരങ്ങളുള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പേടിയുള്ളത്. മരങ്ങളില്ലെങ്കിൽ ഭയങ്കര കൊക്കയായിരിക്കും. കൂടെ നീണ്ടൊക്കെ വേണം പോകാൻ. അമ്മ
മാൻവാസ് വൈൽഡ് അതുക്കും മേലെ ഞാൻ മാൻവാസ് വൈൽഡിനും മേലെ അതുക്കും മേലെ മാൻവാസ് വൈൽഡിനെ നീങ്ക പാപ്പോ എന്നിട്ട് ஆஸ்க் பண்ணுங்கோ மான்வாஸ் வைல்டுக்கு இந்த மாதிரி டேஞ்சரஸான ഒക്കെ കൂടി നടക്ക മുടിയുമാ ഇന്ന ആയി മാൻവാസ് വൈൽഡുക്ക് മുടിയാണ് മാൻവാസ് വൈൽഡുക്ക് ഇത് പറ്റാതെ ഒരു 100 മീറ്റർ താഴോട്ട് ഇറങ്ങി വേണം ഈ മല കയറണമെങ്കിൽ 100 മീറ്റർ താഴോട്ട് ഇറങ്ങണം. ആ മരത്തെ കൂടെ ഒക്കെ പിടിച്ച് ഇറങ്ങാം കേട്ടോ നമുക്ക് താഴോട്ട്. ഇതാ ഈ മലയെ കൂടി ഇനി കയറി നടക്കൂല. കണ്ടോ കണ്ടോ നമുക്ക് മൊത്തം മലയെ കൂടി ഇനി കയറി നടക്കൂല. ഫുള്ള് കൊക്കയാ. ഫുള്ള് വലിയ 200 മീറ്റർ പൊക്കമുള്ള വെക്കാം. പിന്നെ അപ്പുറയാണ് പച്ചപ്പുള്ള, അതിലൂടെ കയറേണ്ടത്. ഇതിലൂടെ ഇനി കയറി നടക്കൂല. ഇതാണ് പാറ കയറാവുന്നതിൻ്റെ മാക്സിമത്തിൽ വെച്ച് കഴിഞ്ഞായിരുന്നു. ഇത് കയറാൻ കഴിയുന്നതിൻ്റെ മാക്സിമത്തിലേക്ക് പോകാം. കയറാൻ കഴിയുന്നതിൻ്റെ മാക്സിമത്തിലേക്ക് പിടിച്ച് കയറാം. കയറേണ്ട ആവശ്യമില്ല. കണ്ടു ഇങ്ങനെ നിരങ്ങിപ്പോകുന്നതാവട്ടെ. അതിലൂടെയൊക്കെ പോയാലേ നമ്മൾ ടാർഗറ്റ് അപ്പുറം കാണാൻ വലിയ മലയാണ്. അപ്പം നമ്മൾ മലയുടെ മാക്സിമം ഹൈറ്റിലെത്തി. പുള്ളിയെക്കൂടെ കയറാൻ പറ്റുമോ നോക്കട്ടെ. പുള്ളിയെക്കൂടെ വഴിയിട്ട് നോക്കട്ടെ. ഇതിലൂടെ പോയി ചെയ്യാമേ. നോക്കാം പാമ്പ് ചെല്ലുന്നു ഇതായിരിക്കും. അമ്മേ കരിഞ്ചോല മലയുടെ മരങ്ങൾ നിൽക്കുന്നതിന് ഇവിടെ നിൽക്കാൻ പേടിയില്ലാത്ത ഏറ്റവും ഹൈറ്റിലേക്ക് എത്തി. ഇതേപോലെ തന്നെ കയറാം. അമ്മ കയറാൻ നേരത്തെ കണ്ടിട്ട് ഗുഹയ്ക്ക് ദുരിതം ഉണ്ടായ മലേൻ്റെ മുകളിൽ ആ വഴിയൊക്കെ കണ്ടേ, അതിൻ്റെ മുകളിൽ കയറി നമ്മളിപ്പോൾ. കണ്ടോ ആ ഗുഹയിൽ ഇറങ്ങാൻ 100 മീറ്റർ വള്ളി പോരാ, അതിൻ്റെ മുകളിൽ 200 മീറ്റർ വള്ളിയായിട്ട് വരണം. എന്ത് 100 മീറ്റർ കൊണ്ട് ഗുഹ കാണാൻ പറ്റില്ല, ഫയർഫോഴ്സ് തന്നെ വേണ്ടി വരും. 200-300 നമ്മളാക്കാണ്ട് വലിയ മല, ആ പാറ ആദ്യം കാണിച്ച പാറ ഒരു 200-300 മീറ്റർ കയറ് വേണ്ടി വരും. ദേ നമ്മൾ പോകാൻ പോണ പാറ, വലിയ പാറ. ആ പാറേനെ വണ്ടിയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നേ. ഇതിലൂടെ കയറാൻ വഴിയുണ്ട്. ഇവിടെ നിങ്ങൾ താഴെ വമ്പം കൊക്കയാണ് കണ്ട. അപ്പോൾ ഇതിലൂടെ കയറാൻ പോവാ, ക്രോസ് കയറാൻ പോയി പുല്ലേക്ക് കൂടെ. മരങ്ങളൊക്കെ പറ്റി പിടിച്ചിങ്ങനെ കയറാൻ പോവാ.